വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെളുത്ത് നല്ല സോഫ്റ്റും ടേസ്റ്റും ആയിട്ടുള്ളൊരു പാലപ്പമാണ്. നല്ല സോഫ്റ്റായിരിക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും. പാലപ്പം നിങ്ങളൊന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ. പക്ഷേ ഇതിൻ്റെ അളവുകളൊക്കെ നമുക്ക് നന്നായി കറക്റ്റായി കിട്ടിയെങ്കിൽ മാത്രമേ ഇത്രയും നല്ലൊരു പാലപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കും ഇതുപോലൊരു ഗ്ലാസ് എടുത്ത് ആ ഗ്ലാസിൻ്റെ അളവിൽ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഈ ഗ്ലാസിൻ്റെ അളവിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 2 ഗ്ലാസ് പച്ചരി നന്നായി വെള്ളത്തിൽ കഴുകി കുതിർത്ത് വെക്കുന്നുണ്ട്. ഞാൻ 5 മണിക്കാണ് ഈ പച്ചരി കുതിർത്ത് വെച്ചിട്ട് രാത്രി 10 മണിക്കാണ് അരയ്ക്കണം. അപ്പോൾ 5 മണിക്കൂർ നിർബന്ധമായിട്ട് ഈ പച്ചരി വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. അപ്പോൾ പച്ചരി ഇതാ വെള്ളം ഒഴിച്ച് അടച്ച് വെച്ചിട്ടുണ്ട്. രാത്രി 10 മണിയായപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഈ അരി നല്ല പോലെ കഴുകിയെടുത്ത് വെള്ളമില്ലാതെ ഇട്ട് 1 കപ്പ് ചോറും 3/4 കപ്പ് തേങ്ങ, 1 ടീസ്പൂൺ ഈസ്റ്റ്, 1 ടീസ്പൂൺ പഞ്ചസാര, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, 3/4 ഗ്ലാസ് വെള്ളം, ഇത്രയും കാര്യങ്ങൾ ഒഴിച്ച് നല്ല പോലെ അരച്ചിട്ട് എടുക്കുന്നുണ്ട്. മിക്സിയുടെ ജാറിലിട്ട് നല്ല പോലെ അരച്ച് എടുത്ത് ആ അരച്ചെടുത്ത മിശ്രിതം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കാം. അപ്പോൾ മിക്സിയുടെ ജാറിൽ അരച്ചെടുത്ത് ആ മിശ്രിതത്തിന് ഞാൻ വേറൊരു പാത്രത്തിൽ ഒഴിച്ച് വെച്ചിട്ട് അത് വീണ്ടും നമ്മൾ അടച്ച് വെച്ച് രാവിലെയാണ് ഞാൻ ഈ അപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ രാവിലെ ഈ പാത്രം എടുത്ത് നോക്കിയപ്പോൾ മാവ് നല്ല ഹോൾസൊക്കെ വന്ന് നല്ല ശരിക്കും പൊന്തി വന്നിട്ടുണ്ടായിരുന്നു. അതാണ് ഈ അപ്പത്തിൻ്റെ ശരിയായിട്ടുള്ള ഒരു കറക്റ്റ് ആ പാകം അതാണ്. അപ്പോൾ ഇങ്ങനെ ഹോൾസിൽ കാണുമ്പോഴാണ് അത് അപ്പം കറക്റ്റായി പാകമായിട്ട് നമുക്കറിയാം. എന്നിട്ട് ഈ മാവിലേക്ക് നമുക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും അതിനൊന്ന് ചെറുതായിട്ടൊന്ന് ലൂസാക്കണം. കൂടുതൽ വെള്ളം ഒഴിക്കരുത്. അപ്പോൾ പാകമായി ഇപ്പോൾ അപ്പം ഉണ്ടാക്കാൻ. ഇനി ഞാൻ അപ്പത്തിൻ്റെ ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ മാവ് ഒഴിച്ച് ഒന്ന് ചുറ്റിച്ച് എന്നിട്ട് ഒരു അടപ്പ് വെച്ച് അടച്ച് നല്ലൊരു മണം വരുമ്പോൾ നമുക്ക് എടുക്കാം. അപ്പോൾ അപ്പത്തിൻ്റെ ചട്ടി നല്ല ചൂടായിട്ട് മാത്രമേ നമ്മൾ ഈ അപ്പം ഒഴിക്കാൻ പാടുള്ളൂ. അപ്പോഴാണ് ഇതുപോലുള്ള നല്ലൊരു പാലപ്പം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമൊക്കെയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ കണ്ടില്ലേ, ഈ അപ്പത്തിലൊക്കെ നല്ല ഹോൾസൊക്കെ വന്ന് നല്ല വെളുത്ത് നല്ലൊരു പാലപ്പമാണ്. നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങളും ഉണ്ടാക്കി നോക്കുക, നിങ്ങൾക്ക് നല്ല പോലെ ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ല ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ.